ഹലോ മക്കളെ, ഇപ്രാവശ്യത്തെ മോഡൽ എക്സാമിനും അതേപോലെ തന്നെ നിങ്ങളുടെ ഫൈനൽ എക്സാമിനും വളരെ യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. അതായത് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമ്മളെ +2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ വൺ വേർഡ് ക്വസ്റ്റ്യൻസും ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ അല്ലേ? അപ്പോൾ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കും, വൺ വേർഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു മാർക്കല്ലേ, ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാമെന്ന് വിചാരിക്കും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആദ്യത്തെ ഒരു 5-6 ക്വസ്റ്റ്യൻസ് മാത്രമല്ല, നിങ്ങളിപ്പോൾ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തു നോക്കിയാലും ഇനിയിപ്പോൾ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് എടുത്തു നോക്കിക്കഴിഞ്ഞാലും അതിലൊക്കെ കുറേ വൺ വേർഡുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കുന്നുണ്ടാവുക, ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് എന്നുള്ള രീതിയിൽ അല്ലെ, 3 മാർക്കിന് ചിലപ്പോൾ 3 വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ പലപ്പോഴും അങ്ങനെ ഒരുപാട് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സാമിന് വരുന്നത് കാണുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങളെ എക്സാമിന്റെ മൊത്തം മാർക്ക് ഡിസൈഡ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. ഇതുപോലത്തെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ന് രാത്രിയുള്ള ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് ആ ലൈവ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ഈ ലൈവിൻ്റെ ലിങ്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ വീഡിയോൻ്റെ താഴെ പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ചാപ്റ്റർ വൈസ് ആയിട്ട് എന്ത് ചെയ്യാം, വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിലുള്ള ഫസ്റ്റ് ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ഇൻപുട്ട് ഓപ്പറേറ്റർ ഇൻ C++ ഏതാ? C++ലെ ഇൻപുട്ട് ഓപ്പറേറ്റർ ഏതാ? C++ലെ ഇൻപുട്ട് ഓപ്പറേറ്റർ ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് നമ്മളെ ഇൻപുട്ട് ഓപ്പറേറ്റർ അല്ലേ. ഈ ഇൻപുട്ട് ഓപ്പറേറ്ററിനെ നമ്മൾ ഈ ഓപ്പറേറ്ററിനെ 2-3 പേരുകളിൽ ആണ് വിളിക്കാറുള്ളത്. ഇൻപുട്ട് ഓപ്പറേറ്റർ എന്ന് മാത്രമല്ല, ഇതിനെ നമ്മൾ എന്തും വിളിക്കാറുണ്ട്, ഗെറ്റ് ഫ്രം ഓപ്പറേറ്റർ എന്നും വിളിക്കാറുണ്ട്. ഗെറ്റ് ഫ്രം ഓപ്പറേറ്റർ. അതുപോലെ തന്നെ ഇതിനെ നമ്മൾ എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ എന്നും എന്ത് ചെയ്യാറുണ്ട്, വിളിക്കാറുണ്ട്. ജസ്റ്റ് അതിൻ്റെ പേരുകൾ എന്ത് ചെയ്തു ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം മക്കളെ. ഇതിലേതാണ് അരിത്മെറ്റിക് അസൈൻമെന്റ് ഓപ്പറേറ്റർ? യെസ്, നമുക്കറിയാം += ആണ് അല്ലേ. += എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡിഷനും അസൈൻമെന്റും, അരിത്തമാറ്റിക് ഓപ്പറേഷനും അസൈൻമെന്റും ഒരുമിച്ച് ചെയ്യുന്നതുകൊണ്ടാണ് അതിനങ്ങനെ വിളിക്കുന്നത്. ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഇത് ഇൻപുട്ട് ഓപ്പറേറ്റർ ആണ്. ഇതേതായിരുന്നു? ഓക്കെ, ഈ ക്വസ്റ്റിന്റെ ആൻസർ ഇതാണ് ആൻസർ. പക്ഷെ ബാക്കിയുള്ളതും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കിക്കോ. == എന്ന് പറഞ്ഞാൽ ഏതാണ്? == എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു റിലേഷണൽ ഓപ്പറേറ്റർ ആണ് അല്ലേ. ഒരൊറ്റ ഈക്വൽ ടു ആണെങ്കിൽ എന്താ, അത് അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഏതാണ് എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ് എന്ന് പറയുന്നത്? നമുക്കറിയാം, ഡു വൈൽ ലൂപ്പാണ് എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ് അല്ലേ. ഫോർ ലൂപ്പും വൈൽ ലൂപ്പും എന്താണ്, ഹെൻറി കൺട്രോൾഡ് ആണ്. എന്നാൽ ഡു വൈലാണ് എന്ത്, എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? യെസ്. അതേപോലെ തന്നെ മറ്റൊരു ചോദ്യമാണ്, വിച്ച് ഈസ് ഇക്വാലന്റ് ടു ദ സ്റ്റേറ്റ്മെന്റ് സീരീസ്. എന്താ സ്റ്റേറ്റ്മെന്റ് സീരീസ് പറയുന്നത്? B = A, A = A+1. ഇതിന് ഈക്വൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? താഴെ കൊടുത്തിട്ടുള്ള ഓപ്ഷൻസിൽ ഏതാണ് ഇതിന് ഈക്വൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്? എന്താ അവിടെ ചെയ്യുന്നത്? ബിയിലേക്ക് A സ്റ്റോർ ചെയ്യണം അല്ലേ. ബിയിലേക്ക് ആദ്യം A സ്റ്റോർ ചെയ്യണം, എന്നിട്ട് A എന്താക്കണം, A ഒന്ന് കൂട്ടണം, A = A+1 ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏതായിരിക്കും ചെയ്യേണ്ടി വരിക? ഓപ്ഷൻ ബി അല്ലേ. കാരണം ഓപ്ഷൻ ബി എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്ക്, B = A++ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള A ആയിരിക്കും എങ്ങോട്ടേക്ക് സ്റ്റോർ ചെയ്യുക, ബിയിലേക്ക് സ്റ്റോർ ചെയ്യുക. അതിനുശേഷമായിരിക്കും എന്ത് ചെയ്യുക, A++ ചെയ്യുക. ഓക്കെ, അപ്പോൾ B = A++ എന്ന് പറഞ്ഞാൽ ഇതിന് ഈക്വൽ ആണ്. ഇപ്പോൾ ഉള്ള എന്റെ വാല്യൂ എങ്ങോട്ടേക്ക് സ്റ്റോർ ചെയ്യും, ബിയിലേക്ക് സ്റ്റോർ ചെയ്യും. എന്നിട്ടായിരിക്കും A എന്ത് ചെയ്യുന്നുണ്ടാവുക, ഒന്ന് പ്ലസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഈ 2 സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, B = A, അത് കഴിഞ്ഞിട്ട് A = A+1 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് സീരീസിന് ഈക്വൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് വെച്ചാൽ ഓപ്ഷൻ ബി ആണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണല്ലോ? യെസ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് മക്കളെ, ഏത് ഡാറ്റ ടൈപ്പിനാണ് മെമ്മറി സ്പേസ് ആവശ്യമില്ലാത്തത്? യെസ്, നമുക്കറിയാം, വോയിഡിനാണ്. വോയിഡിൻ്റെ മെമ്മറി സ്പേസ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 0 ബൈറ്റ് ആണ്. അപ്പോൾ അതിനാണ് മെമ്മറി സ്പേസ് എന്തില്ലാത്തത്, ആവശ്യം ഇല്ലാത്തത്. ഏതാണടാ C++ലെ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്? C++ലെ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് വൈൽ ലൂപ്പാണ് അല്ലേ. വൈലും ഫോറും ഡു വൈലും ആണ് ലൂപ്പുകളായിട്ട് വരുന്നത്. ഈഫും സ്വിച്ചും ഒക്കെ ഏതിൽ വരുന്നതാ? കണ്ടീഷണൽ ഓപ്പറേറ്ററിൽ വരുന്നതാ. കേസ് എന്ന് പറഞ്ഞാൽ എന്താ? കേസ് എന്ന് പറഞ്ഞാൽ സ്വിച്ചിൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന ഒരു കീവേഡ് മാത്രമാണ് എന്ത്, കേസ് എന്ന് പറയുന്നത്. ഏത് സ്റ്റേറ്റ്മെന്റ് കൊടുത്താലാണ് നമ്മൾ ലൂപ്പിനെ ടെർമിനേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റുക? ലൂപ്പിനെ ടെർമിനേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഏത് സ്റ്റേറ്റ്മെന്റ് ആണ്? അത് ബ്രേക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ. ബ്രേക്ക് ആണ്. എന്നാൽ നമ്മൾ പഠിച്ചൊരു കാര്യമുണ്ട്, ലൂപ്പിനെ ടെർമിനേറ്റ് ചെയ്യുന്നതിന് പകരം അത് ജസ്റ്റ് കറണ്ട് ഐട്രേഷനെ മാത്രം ഒന്ന് സ്കിപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് ഐട്രേഷനിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടാണെങ്കിൽ, അതായത് കറണ്ട് ഐട്രേഷനെ സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ എന്താണ്? കണ്ടിന്യൂ ആണ്. ജസ്റ്റ് കറണ്ട് ഐട്രേഷനെ മാത്രം ഒന്ന് സ്കിപ്പ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ എന്താണ്?
കണ്ടിന്യൂ ആണ്. എന്നാൽ ലൂപ്പ് മൊത്തത്തിൽ ടെർമിനേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിന് ഏതാ ഉപയോഗിക്കുക? ബ്രേക്ക് ആണ് ഉപയോഗിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ വന്നാൽ അറേ എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്. നമ്മളോട് പറയുന്നത് ഒരു അറേ ഡിക്ലെയർ ചെയ്യാനാണ്. അതിൻ്റെ സൈസ് 25 പറയുന്നത്. ഓക്കെ, ടു സ്റ്റോർ ദ നെയിം ഓഫ് എ സ്റ്റുഡൻറ്റ്, ഒരു കുട്ടീൻ്റെ പേര് സ്റ്റോർ ചെയ്യാനാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഒരു കുട്ടീൻ്റെ പേര് എന്ന് പറയുമ്പോൾ അവിടെ എന്താ വരിക? അവിടെ ക്യാരക്ടറാണ് വരിക അല്ലേ? ഡാറ്റ ടൈപ്പ് കുറേ ക്യാരക്ടേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. ക്യാർന്ന് കൊടുത്തു. അറേൻ്റെ പേരായിട്ട് ഞാൻ കുട്ടീൻ്റെ നെയിം ആയതുകൊണ്ട് ഞാൻ അറേൻ്റെ പേരായിട്ട് എന്ത് തന്നെ കൊടുത്തു? നെയിം തന്നെ കൊടുത്തു. സ്ക്വയർ ബ്രാക്കറ്റിൽ നമ്മൾ എന്ത് കൊടുക്കണം? സൈസ് കൊടുക്കണം. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് സൈസ് എത്രയാ? 25. അപ്പോൾ ക്വസ്റ്റ്യൻ സൈസ് എന്ത് ചെയ്യുക? സ്ക്വയർ ബ്രാക്കറ്റിൽ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ലാസ്റ്റ് സെമിക്കോളൻ ഇടുക. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? അറേ ഡിക്ലെയർ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അറേൻ്റെ മാക്സിമം ഇൻഡെക്സ് എത്രയാണെന്ന് ചോദിക്കുന്നുണ്ട്. അറേൻ്റെ സൈസ് 10 ആണെങ്കിൽ മാക്സിമം ഇൻഡെക്സ് എത്രയാണെന്ന് ചോദിക്കുന്നുണ്ട്. എത്രയാണ് മാക്സിമം ഇൻഡെക്സ് വരിക? മാക്സിമം ഇൻഡെക്സ് വരിക എത്രയാണ്? 9 ആണ്. കാരണം എത്രയാണോ അറേൻ്റെ സൈസ് അതിൽ നിന്ന് 1 കുറച്ചാലായിരിക്കും മാക്സിമം ഇൻഡെക്സ് ഉണ്ടാവുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ C++ൽ ഇൻഡെക്സ് തുടങ്ങുന്നത് എവിടെയാണ്? 0ലാണ്. അപ്പോഴും 0ൽ തുടങ്ങുന്നതുകൊണ്ട് മാക്സിമം ഇൻഡെക്സ് വരെ എന്താണ്? മാക്സിമം ഇൻഡെക്സ് വരെ എന്താണ്? സൈസ് -1 ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ മാക്സിമം ഇൻഡെക്സ് വരെ എത്രയാണ്? 9 ആണെന്നുള്ള കാര്യം ആണ് ആൻസർ വരിക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആക്സസിങ് ഈച്ച് എലമെന്റ് ഓഫ് എൻ അറേ അറ്റ്ലീസ്റ്റ് വൺസ് ടു പെർഫോം എനി ഓപ്പറേഷൻ, എന്തെങ്കിലും ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടി അറേൻ്റെ ഓരോ എലമെന്റും ആക്സസ് ചെയ്യുന്നതിന് നമ്മൾ എന്താ വിളിക്കുക? യെസ്, ട്രാവേഴ്സൽ എന്നാണ് വിളിക്കുക അല്ലേ? ഈ ഒരു ടേം നിങ്ങൾ ഓർത്ത് വെക്കുക. ട്രാവേഴ്സൽ എന്നാണ് വിളിക്കുക. അറേൻ്റെ ഓരോ എലമെന്റും ആക്സസ് ചെയ്യുന്നതിന് നമ്മൾ ട്രാവേഴ്സൽ എന്നാണ് വിളിക്കുക. മക്കളെ, സ്ട്രിങ്ങിൻ്റെ എൻഡിൽ സ്റ്റോർ ചെയ്യുന്ന ക്യാരക്ടർ ഏതാണ്? സ്ട്രിങ്ങിൻ്റെ എൻഡിൽ സ്റ്റോർ ചെയ്യുന്ന സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ട്, /0 എന്ന് പറയുന്ന ക്യാരക്ടർ. അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്ന വേറൊരു പേരുണ്ട്, നൾ ക്യാരക്ടർ എന്നാണ് നമ്മൾ ഇതിനെ പറയാറുള്ളത്. വേറെ രീതിയിൽ ചോദിക്കാറുണ്ട്. അതായത് സ്ട്രിങ് മെമ്മറിയിൽ ഡീലിമിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യാനാണ്. മെമ്മറിയിൽ അതിനെ എൻഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ക്യാരക്ടർ ഏതാണെന്ന് ചോദിച്ചാലും സെയിം ആൻസർ തന്നെയാണ്, നൾ ക്യാരക്ടർ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഏത് ഇൻപുട്ട് ഫംഗ്ഷൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ടു ആക്സെപ്റ്റ് സ്ട്രിങ് ഇൻക്ലൂഡിങ് വൈറ്റ് സ്പേസസ്. സ്പേസ് അടക്കം ഒരു സ്ട്രിങ് ആക്സെപ്റ്റ് ചെയ്യാൻ ഏത് ഫംഗ്ഷനാണ് ഉപയോഗിക്കുന്നത്? അതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഏതാണടാ? ഗെറ്റ് എസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ് അല്ലേ? അങ്ങനെയാണ് ഗെറ്റ് എസ് ഉപയോഗിക്കണമെങ്കിൽ ഏത് ഹെഡർ ഫയലാണ് വേണ്ടതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ എന്താണെന്നറിയോ? CSTDIO ആണ് കേട്ടോ. CSTDIO എന്ന് പറയുന്ന ഹെഡർ ഫയൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഈ ഗെറ്റ് എസ് ഉപയോഗിക്കുക. ഗെറ്റ് എസ് ഉപയോഗിക്കണമെങ്കിൽ ഈ ഹെഡർ ഫയൽ ഉപയോഗിക്കണം. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മളോട് പറയുന്നത് ഒരു അറേന ഇനീഷ്യലൈസ് ചെയ്യാനാണ്. ഇൻറ്റീജർ അറേ നെയിം മാർക്ക് എന്ന് പറയുന്ന ഒരു ഇൻറ്റീജർ അറേ ഉണ്ട്. അതിനെ ഇനീഷ്യലൈസ് ചെയ്യണം. 4 വാല്യൂസ് വെച്ചിട്ട് ഇനീഷ്യലൈസ് ചെയ്യണം. അപ്പോൾ എങ്ങനെയാ ഒരു അറേ എങ്ങനെ ഇനീഷ്യലൈസ് ചെയ്യുക? അപ്പോൾ ഇൻറ്റീജർ അറേ എന്ന് പറയുന്നതുകൊണ്ട് ഞാൻ ഇൻഡ് എന്ന് കൊടുത്തു. അറേൻ്റെ പേര് ഇവർ തന്നെ പറയുന്നുണ്ട്, മാർക്ക് എന്നാണെന്ന് പറയുന്നുണ്ട്. അപ്പം മാർക്ക് എന്ന് കൊടുത്തു. സ്ക്വയർ ബ്രാക്കറ്റിൽ നമുക്ക് ആകെ 4 വാല്യൂസ് അല്ലേ തന്നിട്ടുള്ളൂ. അപ്പോൾ സ്ക്വയർ ബ്രാക്കറ്റിൽ സൈസ് ആയിട്ട് ഞാൻ ജസ്റ്റ് എത്ര കൊടുത്തു? 4 എന്ന് കൊടുത്തു. എന്നിട്ട് ഈക്വൽ ടു ഇട്ടിട്ട് ആ 4 വാല്യൂസ് ഇനീഷ്യലൈസ് ചെയ്യണം. എങ്ങനെ ഇനീഷ്യലൈസ് ചെയ്യുക? നമ്മൾ എന്ത് ഉപയോഗിച്ചാൽ മതി? കേർലി ബ്രാക്കറ്റ് ഉപയോഗിച്ചാൽ മതി. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ വാല്യൂസ് കൊടുക്കുക. 70, 80, അതുപോലെ തന്നെ 85 ഇവർ തന്നിട്ടുള്ള വാല്യൂസ് കൊടുക്കുക. 90 ഇത്രയും കൊടുത്താൽ ആ കേർലി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, സെമിക്കോളൻ ഇടുക. ഇങ്ങനെയാണ് അറേന അവർ തന്നതുപോലെ ഇനീഷ്യലൈസ് ചെയ്യുന്നത്. ഈ ഇനീഷ്യലൈസേഷൻ ഒക്കെ പലപ്പോഴും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് വരികയാണെങ്കിൽ ആക്ച്വലി ഒരുപാട് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ് തേർഡ് ചാപ്റ്റർ. ഒന്നാമത്തെ ചോദ്യം കണ്ടോ? ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ടു കോപ്പി വൺ സ്ട്രിങ് ടു അനദർ. ഒരു സ്ട്രിങ്ങിനെ വേറെ സ്ട്രിങ്ങിലേക്ക് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ ഏതാ മക്കളെ? വേഗം പറഞ്ഞേ. strcpy എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ് അല്ലേ? അതേപോലെ തന്നെ മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് നെയിം ദ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് ഫോർ ദ ഫോളോയിങ്. മക്കളെ, ലെങ്ത് ഓഫ് ദ സ്ട്രിങ് കണ്ട, ഇതൊരു 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് ചോദിച്ചത് എന്താ? ഓരോന്നും ഓരോ മാർക്ക് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ലെങ്ത് ഓഫ് ദ സ്ട്രിങ്ങിന്റെ ലെങ്ത് കാണാൻ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ ഏതാണ്? സ്ട്രിങ്ങിന്റെ ലെങ്ത് കാണാൻ strlen എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ്. 2 സ്ട്രിങ് കമ്പൈൻ ചെയ്യുക കൂട്ടിച്ചേർക്കാനാണ്. കൂട്ടിച്ചേർക്കുക എന്ന് പറഞ്ഞാൽ അതിന് ഉപയോഗിക്കുന്നത് strcat എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ്. കോൺകാറ്റിനേഷൻ ചെയ്യാൻ വേണ്ടി strcat ആണ്. മക്കളെ, ഫോളോയിങ് സ്റ്റേറ്റ്മെന്റിന്റെ ഔട്ട്പുട്ട് ആണ് ചോദിച്ചിട്ടുള്ളത്. strlen നമുക്കറിയാം ലെങ്ത് കാണാനാണ്. അപ്പോൾ ഹായ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ലെങ്ത് എത്രയാണ്? 3 ആണ് അല്ലേ? അതിൻ്റെ ലെങ്ത് എത്രയാണ്? 3 ആണ്. ഓക്കെ, strlen എന്ന് പറയുമ്പോൾ അതിൻ്റെ ലെങ്ത് ഹായ് എന്ന് പറഞ്ഞു കൊടുത്താൽ അതിൻ്റെ ലെങ്ത് എത്രയാണ് കിട്ടുക? 3 ആണ് കിട്ടുക. അങ്ങനെയാണെങ്കിൽ ചോദ്യം ഇതിൻ്റെ റിസൾട്ട് എഴുതാനാണ്. strcmpI എന്ന് പറഞ്ഞാൽ എന്താ? കേസ് നോക്കാണ്ട് കമ്പയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇത് രണ്ടും കമ്പയർ ചെയ്യുന്നത് ഹലോ ആണ് കമ്പയർ ചെയ്യുന്നത്. കേസ് നോക്കാണ്ട് കമ്പയർ ചെയ്താൽ ഇത് രണ്ടും സെയിം അല്ലേ? രണ്ടും ഈക്വൽ അല്ലേ? അപ്പോൾ എപ്പോഴും ആലോചിക്കുക, സ്ട്രിങ് കമ്പയർ ചെയ്തിട്ട് അത് strcmp ആയിക്കോട്ടെ അല്ലെങ്കിൽ strcmpi ആയിക്കോട്ടെ, കേസ് നോക്കാതെ കമ്പയർ ചെയ്താൽ, ഇവിടെ കേസ് നോക്കാതെയാണ് ചെയ്യുക, നോക്കിയിട്ടായാലും നോക്കാതെ ആയാലും
കമ്പയർ ചെയ്തിട്ട് ഈക്വൽ ആയാൽ റിസൾട്ട് എന്തായിരിക്കും 0 ആയിരിക്കും. അതായത് strcmpi ഓഫ് ഹലോ ഇത് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എന്തായിരിക്കും 0 ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? മാത്തമാറ്റിക്കൽ ഫംഗ്ഷനെ പറ്റിയിട്ടാണ് ചോദിക്കുന്നത്. അബ്സല്യൂട്ട് വാല്യൂ കാണാൻ. അബ്സല്യൂട്ട് വാല്യൂ കാണാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ഏതാണ്? അത് ABS എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ് കേട്ടോ. മാത്തമാറ്റിക്കലിൽ നിന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. സ്ക്വയർ റൂട്ട് കാണാൻ ഉപയോഗിക്കേണ്ട ഫംഗ്ഷൻ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? SQRT എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ്. അതേപോലെ തന്നെ മറ്റൊരു ചോദ്യം, ഏത് ഹെഡർ ഫയലാണ് വേണ്ടത്? ഇപ്പോൾ POW ഒക്കെ ഉപയോഗിക്കണമെങ്കിൽ, POW അല്ല, ABS, SQRT ഇതൊക്കെ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ആണ്. ഇതൊക്കെ ഉപയോഗിക്കണമെങ്കിൽ ഏത് ഹെഡർ ഫയലാണ് ഉപയോഗിക്കേണ്ടതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ എന്താ? യെസ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്, CMath എന്ന് പറയുന്ന ഹെഡർ ഫയലാണ് ഇതിനൊക്കെ ഉപയോഗിക്കേണ്ടത്. വാട്ട് വിൽ ബി ദ റിസൾട്ട് ഓഫ് ദ ഫോളോയിങ് C++ സ്റ്റേറ്റ്മെന്റ്? മക്കളെ POW 23 എന്ന് കൊടുത്താൽ എന്താ റിസൾട്ട്? ഒന്നുമില്ല, 2⁵3 റിസൾട്ട് ആണ് കിട്ടുക. 2⁵3 എന്താണോ അതായിരിക്കും ഇതിൻ്റെ ആൻസർ വരിക. ഓക്കെ, 2⁵3 എന്ന് പറഞ്ഞാൽ എന്താ? 2 × 2 അല്ലേ? എത്ര ആൻസർ വരിക? 2 × 2 × 2 എന്ന് പറഞ്ഞാൽ 8 ആണ് അല്ലേ? അപ്പോൾ 23 POW 23 എന്ന് പറഞ്ഞാൽ ആൻസർ എത്ര ആയിരിക്കും വരിക? 8 ആയിരിക്കും. ഓക്കെ, 8 ആയിരിക്കും വരിക. അതിന് എക്സാക്ട്ലി ആൻസർ എത്രയെന്ന് വെച്ചാൽ 8.0 ഒക്കെ ആയിരിക്കും. കാരണം ഇത് റിസൾട്ട് തരിക പോയിന്റിലാണ്, ഡബിൾ ടൈപ്പിലാണെന്നൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വാട്ട് വിൽ ബി ദ റിസൾട്ട് ഓഫ് C++ സ്റ്റേറ്റ്മെന്റ്? SQRT ഓഫ് 16. SQRT എന്ന് പറഞ്ഞാൽ റൂട്ട് കാണാനാണ്. അപ്പോൾ SQRT ഓഫ് 16 എന്ന് പറഞ്ഞാൽ റൂട്ട് 16 ആണ്. 16ന്റെ റൂട്ട് നമുക്കറിയാം 4 ആണ്. പക്ഷേ കറക്റ്റ് വാല്യൂ എത്രയെന്ന് വെച്ചാൽ നമ്മൾ പറയും 4 അല്ല, 4.0. കാരണം ഇതും ഡബിൾ ടൈപ്പ് ആയിട്ടൊക്കെയാണ് റിസൾട്ട് തരിക. 4 എന്ന് എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്രയാണ്? 4.0 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. മക്കളെ, ഇതിലേതാ ക്യാരക്ടർ ഫംഗ്ഷൻ? ഇതിലേതാ? 3 എണ്ണം തന്നിട്ടുണ്ട്. strcpy അല്ല, ഇത് സ്ട്രിംഗ് ഫംഗ്ഷനാണ് നമുക്കറിയാം. അതേപോലെ തന്നെ ABS എന്ന് പറയുന്നത് മാത്തമാറ്റിക്കൽ ഫംഗ്ഷനാണ് നമുക്കറിയാം. അപ്പോൾ ക്യാരക്ടർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈസ് ഡിജിറ്റ് ആണ്. ഒരു വാല്യൂ ഡിജിറ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നത്? ഉപയോഗിക്കുന്നത്. ഐഡന്റിഫൈ ദ ഫംഗ്ഷൻ വിച്ച് ടെസ്റ്റ് വെദർ ദി ആർഗ്യുമെന്റ് ഈസ് ആൻ ആൽഫബറ്റ് ഓർ നോട്ട്. ആൽഫബറ്റ് ഓർ നമ്പർ, ആൽഫബറ്റോ നമ്പറോ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അല്ലേ? ആൽഫബറ്റ് ഓർ നമ്പർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? ഈസാൽനം ആണ്. ഈസാൽനം. ആൽഫബറ്റോ നമ്പർ എന്ന് പറയുമ്പോൾ ഈസാൽനം. ആൽ എന്ന് പറയുമ്പോൾ ആൽഫബറ്റ് വന്നു, നം എന്ന് പറയുമ്പോൾ നമ്പർ. ആൽഫബറ്റോ നമ്പർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി അത് ഉദ്ദേശിക്കുന്നത് ആൽഫ ന്യൂമറിക് ആണോ ചെക്ക് ചെയ്യാനാണ്. അതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ ഏതാണ്? ഈസാൽനം എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ്. ഏത് ഫംഗ്ഷൻ ആണ് ഉപയോഗിക്കുന്നത്? ടു കൺവേർട്ട് ക്യാരക്ടർ ഇൻ ടു ലോവർ കേസ്. ലോവർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യണം. ശ്രദ്ധിക്കുക, ലോവർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ടു ലോവർ എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ്. നന്നായിട്ട് ശ്രദ്ധിച്ചോ. നാളത്തെ എക്സാമിന് എന്ത് ചെയ്യേണ്ട? ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആരതും നോക്കണ്ട, നമുക്ക് തന്നെ സ്വന്തമായിട്ട് എഴുതാൻ പറ്റും. കറക്റ്റായിട്ട് എന്ത് ചെയ്ത് വെച്ചാൽ മതി? ഇതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. മക്കളെ, ഏത് ഹെഡർ ഫയലാണ് ഈസ് ഡിജിറ്റിന് ഉപയോഗിക്കേണ്ടത്? ഈസ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ ഫംഗ്ഷനിൽ വരുന്നതാണ്. അപ്പോൾ ക്യാരക്ടർ ഫംഗ്ഷൻസിൻ്റെ ഹെഡർ ഫയൽ ഏതാണ്? അത് CC ടൈപ്പ് എന്ന് പറയുന്ന ഹെഡർ ഫയലാണ്. ഓക്കെ, ഹെഡർ ഫയൽസ് ഒക്കെ രാത്രിയത്തെ ലൈവിൽ നമുക്ക് കറക്റ്റായിട്ട് പഠിക്കാം. ഓരോന്നിൻ്റെ ഹെഡർ ഫയൽസ് ഏതാണെന്നൊക്കെ കറക്റ്റായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 4ാമത്തെ ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 4ാമത്തെ ചാപ്റ്ററിലുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏത് ടാഗാണ് മക്കളെ? HTML സ്ക്രിപ്റ്റ് ഉൾപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്നത്. യെസ്, നമുക്കറിയാം അതെന്ത് ടാഗാണ്? സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ടാഗ് ആണ് അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏത് ലാംഗ്വേജ് ആണ് വെബ് പേജ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്? വെബ് പേജ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഒറ്റ ലാംഗ്വേജേ നമുക്കറിയുള്ളൂ, അത് HTML എന്ന് പറയുന്ന ലാംഗ്വേജ് ആണ്. HTML കൊടുക്കുമ്പോൾ, ഡോക്യുമെന്റ് കൊടുക്കുമ്പോൾ അത് ഏത് എക്സ്റ്റൻഷൻ വെച്ചിട്ടാണ് സേവ് ചെയ്യുക? അത് .html എന്ന് പറയുന്ന എക്സ്റ്റൻഷൻ വെച്ചിട്ടാണ് നമ്മൾ സാധാരണ സേവ് ചെയ്യാറുള്ളത്. അതേപോലെ തന്നെ ഏത് സെർവറാണ് ഒരു ബ്രിഡ്ജായിട്ട് ആക്ട് ചെയ്യുന്നത്? മർച്ചന്റ് സെർവറിൻ്റെയും ബാങ്ക് സെർവറിൻ്റെയും ഇടയിൽ ബ്രിഡ്ജായിട്ട് ആക്ട് ചെയ്യുന്ന സെർവറിൻ്റെ പേരെന്താ? യെസ്, അത് നമ്മൾ എന്താ പറയുക? പേയ്മെന്റ് ഗേറ്റ്വേ എന്നാണ് അല്ലേ? പേയ്മെന്റ് ഗേറ്റ്വേ എന്നാണ് നമ്മൾ അതിനെന്ത് ചെയ്യുന്നത്? പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതിങ്ങോട്ട് നീങ്ങുന്നില്ല ചില സമയത്ത്. ഡീഫോൾട്ട് പോർട്ട് നമ്പർ ഓഫ് HTTP എത്രയാടാ? HTTPൻ്റെ ഡീഫോൾട്ട് പോർട്ട് നമ്പർ എത്രയാ? HTTPൻ്റെ ഡീഫോൾട്ട് പോർട്ട് നമ്പർ നമ്മൾ പഠിച്ചിട്ടുണ്ട്, എന്താണ്? 80 ആണ് അല്ലേ? 80 ആണ് ഡീഫോൾട്ട് പോർട്ട് നമ്പർ. മക്കളെ, DNSൻ്റെ ഫുൾ ഫോം എന്താണ്? DNSൻ്റെ ഫുൾ ഫോം സാറേ ഡൊമെയിൻ നെയിം സിസ്റ്റം ആണ് അല്ലേ? അതായത് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും URL വെച്ച് കൊടുക്കുമ്പോൾ URLന് കറസ്പോണ്ടിങ് IP അഡ്രസ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലേ ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഡൊമെയിൻ നെയിം സിസ്റ്റം എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം ആയിട്ട് വരുന്നത്. ഡൊമെയിൻ നെയിം സിസ്റ്റം എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം വരുന്നത്. ഇതിൽ ആരാടാ ഓഡ് വൺ? ഒറ്റയാൻ ആരാ? ബോഡി HTML. അപ്പോൾ നമുക്ക് മനസ്സിലായി ബോഡിയും HTML എന്താണ്? ടാഗാന്ന് മനസ്സിലായി. ഹെഡും ഒരു ടാഗാന്ന് മനസ്സിലായി. അലൈൻ എന്ന് പറയുന്ന കുറേ സാധനങ്ങളെ കൂടെ ഉപയോഗിക്കുന്ന ആട്രിബ്യൂട്ട് അല്ലേ? അലൈൻ മാത്രം ഇവിടെ ഉപയോഗിക്കുന്ന ആട്രിബ്യൂട്ട് ആയത് കൊണ്ട് തന്നെ ഇതായിരിക്കും നമ്മൾ ആൻസർ വരിക കേട്ടോ. ഇതായിരിക്കും മോഡ് 1 വരിക. കുറേ എണ്ണം ടാഗാണ്, ഒന്ന് മാത്രം എന്താണ്? ആട്രിബ്യൂട്ടാണ്.
ഓക്കെ, ഏത് ടാഗാണ് കളർ ഓഫ് ഹൈപ്പർ ലിങ്ക് റെഡ് ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്? അപ്പൊ അങ്ങനെ ഒരു സാധനം ഹൈപ്പർ ലിങ്ക് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അത് എ ടാഗ് ആണെന്ന്. അല്ല, അതായത് ഇവിടെ ചോദ്യം ശരിക്കും വായിക്കണം. ഹൈപ്പർ ലിങ്കിന്റെ കളറുമായിട്ട് നമ്മൾ ഡീൽ ചെയ്യുന്നത് ഏത് ടാഗിലാണ്? ബോഡി ടാഗിലാണ്. അതായത് ബോഡി ടാഗിന് നമ്മൾ 3 ആട്രിബ്യൂട്ട്സ് പഠിച്ചിട്ടുണ്ട്: ലിങ്ക്, എ ലിങ്ക്, ബി ലിങ്ക്. ഇത് ഉപയോഗിച്ചിട്ടല്ലേ ഹൈപ്പർ ലിങ്കിന്റെ കളർ ചേഞ്ച് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ ഏത് ടാഗാന്നാ ചോദ്യം. അപ്പോൾ ഹൈപ്പർ ലിങ്കിന്റെ കളറൊക്കെ ചേഞ്ച് ചെയ്യണമെങ്കിൽ അത് ഏത് ടാഗ് വെച്ചിട്ടാണ് ചെയ്യുക? ബോഡി ടാഗ് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക. ബോഡി ടാഗിന്റെ ലിങ്ക്, എ ലിങ്ക്, ബി ലിങ്ക് ആട്രിബ്യൂട്ട്സ് ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, നില എന്ന് പറയുന്ന ആൾക്ക് എന്ത് ചെയ്യണം? ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യണം. ടു സെറ്റ് ദ പിക്ചർ sky.jpg. sky.jpg ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് സെറ്റ് ചെയ്യണം. ഓഫീസ് വെബ് പേജ്, അതിനുള്ള ടാഗും ആട്രിബ്യൂട്ടും പറയാനാണ് പറഞ്ഞത്. അപ്പൊ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം ബോഡി ടാഗ് ഉപയോഗിച്ചിട്ടല്ലേ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുക. അപ്പൊ ടാഗ് ഏതാന്ന് ചോദിച്ചാൽ ബോഡിയാണ്. ഇത് സെറ്റ് ചെയ്യാനുള്ള ആട്രിബ്യൂട്ട് ഏതാ? ആട്രിബ്യൂട്ട് ബാക്ക്ഗ്രൗണ്ട് ആട്രിബ്യൂട്ട് അല്ലെ. ആട്രിബ്യൂട്ട് ഏതാണ്? ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്. എങ്ങനെയാ നമ്മൾ കോഡ് ചെയ്താ? കോഡ് ഇവിടെ എഴുതാൻ ചോദിച്ചിട്ടില്ല, എന്നാലും ഞാൻ പറയുകയാണ് എങ്ങനെയാ അത് സെറ്റ് ചെയ്ത് കൊടുത്തേ. നിലക്ക് വേണ്ടി അതൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തേ. എങ്ങനെ ചെയ്യുക? ബോഡി സ്പേസ് ഇടുക, ബാക്ക്ഗ്രൗണ്ട് എഴുതുക അല്ലെ. ബോഡി ടാഗ് എന്നിട്ട് എന്ത് ചെയ്താൽ ബാക്ക്ഗ്രൗണ്ട് എഴുതുക. ബാക്ക്ഗ്രൗണ്ട് എഴുതിയിട്ട് ഈക്വൽ ടു എന്താണ് ഇമേജ് ആയിട്ട് എന്താ സെറ്റ് ചെയ്യേണ്ട? ബാക്ക്ഗ്രൗണ്ടിൽ sky.jpg എന്നിട്ട് ഇത് ക്ലോസ് ചെയ്യുക. ഇങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ടിൽ ഈ പറഞ്ഞ ഇമേജ് എന്ത് ചെയ്യുന്നത്? സെറ്റ് ചെയ്യുന്നത്. അടുത്തത് ഏത് ടാഗാണ് മക്കളെ? ലിങ്ക്, ലൈൻ ബ്രേക്ക് അല്ലെ. ലൈൻ ബ്രേക്ക് ഇടാൻ വേണ്ടി ഉപയോഗിക്കുന്നത് നമുക്കറിയാം ബ്രേക്ക് ആണ്. BR ടാഗാണ്. BR ടാഗ് വെച്ചിട്ടാണ് നമ്മൾ ലൈൻ ബ്രേക്ക് ഇടാറുള്ളത്. ഓക്കെ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് ടാഗാണ് ഈസ് യൂസ്ഡ് ടു മേക്ക് ദ സൈസ് ഓഫ് ടെക്സ്റ്റ് സ്മോളർ ദാൻ കറന്റ് ടെക്സ്റ്റ്? നോർമൽ ടെക്സ്റ്റിന് ഒരു വലിപ്പം ഉണ്ടാവും വെബ് പേജിൽ, അതിനേക്കാളും ജസ്റ്റ് ഒന്ന് ചെറുതാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടാഗ് ഏതാന്ന് വെച്ചാൽ അത് സ്മോൾ എന്ന് പറയുന്ന ടാഗ് ആട്ടോ. സ്മോൾ എന്ന് പറയുന്ന ടാഗ്. ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് വലുതാക്കാൻ ചോദിച്ചാൽ അതെന്താണ്? അത് ബിഗ് എന്ന് പറയുന്ന ടാഗ് ആണ്. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഏത് ടാഗാണ് കമന്റ്സ് ഇൻസേർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്? കമന്റ്സ് ഇൻസേർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടാഗ് ഏതാ? കമന്റ്സ് ഉപയോഗിക്കാൻ, കമന്റ്സ് ഇൻസേർട്ട് ചെയ്യാൻ HTML നമ്മൾ ഇങ്ങനെ കൊടുക്കുക അല്ലെ. ഈ ലെസ് ദാൻ സിമ്പിൾ, എക്സ്ക്ലമേഷൻ മാർക്ക്, 2 ഹൈഫൺ ഇത് വെച്ചിട്ട് കമന്റ് സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് 2 ഹൈഫൺ ഇങ്ങനെ ക്ലോസ് ചെയ്യും. ഓക്കെ, ഇത് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. പഠിച്ചു വെച്ചോ. കമന്റ്സ് ഇൻസേർട്ട് ചെയ്യുന്നത് ഇതിന്റെ ഉള്ളിലായിട്ടാണ്. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ വിച്ച് ഈസ് ദ ടാഗ് ഫോർ ഇൻസേർട്ടിങ് ഇമേജ്? ഇമേജ് ഇൻസേർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടാഗ് ഏതാണ്? IMG. ഇതൊക്കെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. വെറുതെ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്തതല്ല, പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അങ്ങനെയാണ് 5ാമത്തെ ചാപ്റ്ററിൽ ഹൈപ്പർ ലിങ്ക് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടാഗ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതേതാണ്? അത് A ടാഗ് ആണ്. ഓക്കെ, അതേപോലെ തന്നെ മറ്റൊരു ചോദ്യം URLന്റെ ഫുൾ ഫോം ആണ്. മക്കളെ, URL എന്ന് പറയുമ്പോൾ അതിന്റെ ഫുൾ ഫോം എന്താ? URLന്റെ ഫുൾ ഫോം ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ഫുൾ ഫോമുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? പരീക്ഷയ്ക്ക് മുന്നത്തെ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. URLന്റെ ഫുൾ ഫോം എന്താ? യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്നാണ്. ഓക്കെ, അങ്ങനെയാണ് ലിങ്ക് ടു പർട്ടിക്കുലർ സെക്ഷൻ ഓഫ് സെയിം ഡോക്യുമെന്റ്. സെയിം ഡോക്യുമെന്റിലേക്ക് ലിങ്ക് ചെയ്യുകയാണെങ്കിൽ അതിന് അല്ലെ, സെയിം ഡോക്യുമെന്റിന്റെ തന്നെ വേറെ ഏതോ സെക്ഷനിലേക്കല്ലേ ലിങ്ക് ചെയ്യുന്നത്, അത് നമ്മൾ വിളിക്കുന്നത് ഇന്റേണൽ ലിങ്കിങ് എന്നാണ്. വേറെ ഡോക്യുമെന്റിലേക്ക് ലിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എക്സ്റ്റേണൽ ലിങ്കിങ് എന്നാണ് നമ്മൾ അതിന് പറയുന്നത്. എംബഡ് ടാഗ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇൻസേർട്ട് വീഡിയോ ആൻഡ് അല്ലെ, വീഡിയോ ആൻഡ് മ്യൂസിക്കും വീഡിയോ ഒക്കെ നമ്മളെ വെബ് പേജിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മ്യൂസിക്കും വീഡിയോ ഒക്കെ നമ്മളെ വെബ് പേജിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എംബഡ് ടാഗ് ഉപയോഗിക്കുന്നത്. ഏത് ടാഗാണ് മക്കളെ ബ്രൗസർ വിൻഡോനെ പാർട്ടീഷൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്? യെസ്, പാർട്ടീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടാഗ് എന്ന് പറയുന്നത് അത് ഫ്രെയിം സെറ്റ് ആണ് കേട്ടോ. ഫ്രെയിം സെറ്റ്, അതായത് ഫ്രെയിം സെറ്റിൻ്റെ ഉള്ളിൽ പാർട്ടീഷൻ ചെയ്തതിന് ശേഷം ഫ്രെയിം സെറ്റിൻ്റെ ഉള്ളിൽ ഓരോരോ ഇൻഡിവിജ്വൽ ഫ്രെയിമുകൾ കൊടുക്കാൻ വേണ്ടി ഫ്രെയിം ടാഗ് എന്ത് ചെയ്യാറുണ്ട്? ഉപയോഗിക്കാറുണ്ട്. പാർട്ടീഷൻ ചെയ്യാൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫ്രെയിം സെറ്റ് എന്ന് പറയുന്ന ടാഗാണ്. ഏത് ടാഗാണ് നമ്മൾ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ കൺട്രി ഒക്കെ സെലക്ട് ചെയ്യുന്ന സംഭവം ഉണ്ടല്ലോ. കൺട്രി, ഇന്ത്യ, ഓസ്ട്രേലിയ എന്ന് പറഞ്ഞ കുറെ കൺട്രീസ് സെലക്ട് ചെയ്യുന്ന ആ താഴേക്ക് ഡ്രോപ്പ് ഡൗൺ ആവുന്ന ലിസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടാഗ് ഏതാണെന്ന് ചോദിച്ചാൽ അത് സെലക്ട് ടാഗാണ്. സെലക്റ്റിൻ്റെ ഉള്ളിൽ ഓരോ ഓപ്ഷൻസ് കൊടുക്കാൻ വേണ്ടി ഓപ്ഷൻ ടാഗ് ഉണ്ട്. അതും കൂടെ നിങ്ങൾ എന്ത് ചെയ്ത് വെക്കുക? ഓർത്ത് വെക്കുക. 6ാമത്തെ ചാപ്റ്ററിലേക്ക് വരികയാണെങ്കിൽ 6ാമത്തെ ചാപ്റ്ററിൽ സ്ക്രിപ്റ്റിംഗ് കോഡ് ഉൾപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ടാഗ് ഓൾറെഡി നമ്മൾ പറഞ്ഞത് സ്ക്രിപ്റ്റ് ടാഗാന്ന് പറഞ്ഞു. വിർച്വൽ മെഷീൻ, ജാവാസ്ക്രിപ്റ്റ് കോഡ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വിർച്വൽ മെഷീൻ നമ്മൾ ആ വിർച്വൽ മെഷീൻ നമ്മളൊരു പേര് പറയുമായിരുന്നു. അതെന്തായിരുന്നു? ജാവാസ്ക്രിപ്റ്റിൻ്റെ എഞ്ചിനാണ് കേട്ടോ. ജാവാസ്ക്രിപ്റ്റിൻ്റെ എഞ്ചിനാണ്. ഓക്കെ, അതേപോലെ തന്നെ മറ്റൊരു ചോദ്യം, ഇൻ ജാവാസ്ക്രിപ്റ്റ് ഏത് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ് ആ ബോഡി സെക്ഷനിലേക്ക് ഒരു ടെക്സ്റ്റ് കൊടുക്കുന്നത്? ഏത് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ്? അതായത് C++ലൊക്കെ COut കൊടുക്കുന്ന പോലെ നമ്മൾ ഒരു വെബ് പേജിലേക്ക് എന്തെങ്കിലും കണ്ടന്റ് ബോഡി സെക്ഷനിലേക്ക് റൈറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് ഏത്?
ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ജാവാസ്ക്രിപ്റ്റിൽ ടൈപ്പ് അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ ഏതാ, ഒരു വാല്യൂവിന്റെ ടൈപ്പ് ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ ഏതാ ജാവാസ്ക്രിപ്റ്റിൽ? അത് ടൈപ്പ് ഓഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ് അല്ലേ. ടൈപ്പ് ഓഫ് വെച്ചിട്ടാണ് നമ്മൾ ടൈപ്പ് അറിയുന്നത്. മക്കളെ, വാരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കീവേഡ് ഏതാ ജാവാസ്ക്രിപ്റ്റിൽ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് വേർ ആണ് അല്ലേ. വേർ കീവേഡ് വെച്ചിട്ടാണ് ജാവാസ്ക്രിപ്റ്റിൽ വാരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത്. കണ്ടോ, സെഡിന്റെ വാല്യൂ കാണാനാണ് ചോദ്യം. 3 വാരിയബിൾസ് ഉണ്ടാക്കി, എക്സും വൈയും സെഡും. എക്സിൽ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന സ്ട്രിങ് സ്റ്റോർ ചെയ്തു, വൈയിൽ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന സ്ട്രിങ് സ്റ്റോർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇത് ചെയ്താൽ സെഡ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ചെയ്താൽ, എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ എന്താ, ജാവാസ്ക്രിപ്റ്റ് സ്ട്രിങ്ങും പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന സ്ട്രിങ്ങും രണ്ടും കൂടെ കൂട്ടി ഒറ്റ സ്ട്രിങ് ആക്കി മാറ്റും ജാവാസ്ക്രിപ്റ്റ് പ്രോഗ്രാമിംഗ്. ആ ഒരു സ്ട്രിങ് ആയിരിക്കും എങ്ങോട്ട് സ്റ്റോർ ചെയ്യുക, സെഡിൽ സ്റ്റോർ ചെയ്യുക. അപ്പോൾ സെഡിന്റെ വാല്യൂ എന്താണെന്ന് വെച്ചാൽ ജാവാസ്ക്രിപ്റ്റ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ഒറ്റ സ്ട്രിങ് ആയിരിക്കും. ഇതുപോലത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് 1 മാർക്കിന് എന്ത് ചെയ്തിട്ടുണ്ട്, മുന്നത്തെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഏത് പ്രോപ്പർട്ടിയാണ് സ്ട്രിങ്ങിന്റെ സൈസ് കാണാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ സ്ട്രിങ്ങിൽ എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട് എന്ന് കാണാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടി ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് പ്രോപ്പർട്ടി ആയിരുന്നു അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ലെങ്ത് പ്രോപ്പർട്ടി അല്ലേ. ലെങ്ത് എന്ന് പറയുന്നത്, അതായത് ഈ ജാവാസ്ക്രിപ്റ്റിൽ ഒരുപാട് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് ഉണ്ട്, അതിൻ്റെ കൂടെ ഒരു പ്രോപ്പർട്ടിയും കൂടെ നമ്മൾ പഠിക്കുന്നുണ്ട് ലെങ്ത് കാണാൻ വേണ്ടി. അത് ലെങ്ത് പ്രോപ്പർട്ടിയാണ്. 7ാമത്തെ ചാപ്റ്ററിലേക്ക് വന്നാൽ കമ്പനീസ് ദാറ്റ് പ്രൊവൈഡ് വെബ് ഹോസ്റ്റിംഗ് പ്രൊവൈഡ് ചെയ്ത് തരുന്ന കമ്പനിക്ക് നമ്മളൊരു സ്പെഷ്യൽ പേര് വിളിക്കുമായിരുന്നു. അതെന്തായിരുന്നു? അത് വെബ് ഹോസ്റ്റ് എന്ന് പറയുന്നതായിരുന്നു. അതേപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വിർച്വലൈസേഷൻ സോഫ്റ്റ്വെയർസിന് എക്സാമ്പിൾ എന്തൊക്കെയാണ്? വിർച്വലൈസേഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഈ VPS ഹോസ്റ്റിംഗ് ഉണ്ടായിരുന്നു അല്ലേ. ആ VPS ഹോസ്റ്റിംഗിൽ മെയിൻ സെർവറിനെ ഡിഫറെൻറ്റ് പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യണം. അങ്ങനെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ അതിനെയാണ് വിർച്വലൈസേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയാം. വിർച്വലൈസേഷൻ സോഫ്റ്റ്വെയർസിന് എക്സാമ്പിൾ എന്തൊക്കെയാണെന്ന് അറിയോ? VMware, വിർച്വൽ ബോക്സ്, യൂസർ മോഡ് ലിനക്സ്, മൈക്രോസോഫ്റ്റ് ഹൈപ്പർ-വി. ജസ്റ്റ് ഏതെങ്കിലും 2 എണ്ണമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്ത് വെക്കുക, ഒന്ന് പഠിച്ചു വെക്കുക. അങ്ങനെയാണ് VPSന്റെ ഫുൾ ഫോം എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. മക്കളെ, VPSന്റെ ഫുൾ ഫോം എന്താണ്? വിർച്വൽ പ്രൈവറ്റ് സെർവർ. ഇത് ആക്ച്വലി ഒരു ടൈപ്പ് ഓഫ് ഹോസ്റ്റിംഗ് ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, വിർച്വൽ പ്രൈവറ്റ് സെർവർ ഹോസ്റ്റിംഗ്. ഓക്കെ, അപ്പോൾ അതിൽ VPSന്റെ ഫുൾ ഫോം ഒക്കെ 1 വേർഡ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്, മുന്നേ ചോദിച്ചിട്ടുണ്ട്. ഏത് പ്രോട്ടോകോൾ ആണ് സെക്യൂർ ഫയൽ ട്രാൻസ്ഫർ നമുക്ക് തരുന്നത്? അതായത് ഫയൽ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ FTP ആണ്, അതിലായിരിക്കും സംശയമില്ല. എന്നാൽ സെക്യൂർ ആയിട്ട് ഫയൽ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ഏതാണെന്ന് വെച്ചാൽ അത് ഏതാണ്? അത് SFTP എന്ന് പറയുന്ന പ്രോട്ടോകോൾ ആണ്. മക്കളെ, ഇതിൽ ഓട് 1 ഒക്കെ ചോദിക്കുന്നുണ്ട്. വേർഡ് പ്രസ്, ഫയൽസില്ല, ജൂംല, ഡ്രൂപ്പാൽ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വേർഡ് പ്രസ്സും ജൂംലയും ഡ്രൂപ്പാലും അല്ലെ, ഇത് 3ഉം CMSന്റെ സോഫ്റ്റ്വെയർസ് ആണ്. ഓക്കെ, ഫയൽസില്ലയാണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. ഫയൽസില്ല, കാരണം ഫയൽസില്ല എന്തിൻ്റെതാ? ഫയൽസില്ല എന്ന് പറയുന്നത് FTP ക്ലയൻറ്റ് സോഫ്റ്റ്വെയർ. അപ്പോൾ കൺഫ്യൂസ് ആവണ്ട, നമ്മൾ വിർച്വലൈസേഷൻ സോഫ്റ്റ്വെയർസ് എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി 4 എണ്ണം നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ FTP ക്ലയൻറ്റ് സോഫ്റ്റ്വെയർസ് എന്ന് പറഞ്ഞിട്ട് 3 എണ്ണം ഉണ്ട്, Qt FTP, സ്മാർട്ട് FTP, ഫയൽസില്ല. എന്നാൽ CMS ചെയ്യാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ വേർഡ് പ്രസ്സും ജൂംലയും ഡ്രൂപ്പാലുമാണ്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ആക്ച്വലി ചോദിച്ചിട്ടുള്ളത്. ഫയൽസ് ഇല്ല എന്ന് പറയുന്നത് എവിടെ വരുന്നതാണ്? ഫയൽസ് ഇല്ല എന്ന് പറയുന്നത് FTP ക്ലയൻറ്റ് സോഫ്റ്റ്വെയറിൽ വരുന്നതാണ്. അപ്പോൾ ഇതിന്റെ ആൻസർ എന്താണ്? അതാണ്. അപ്പോൾ ഈ ഒരു സ്ലൈഡ് നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, ഇവിടുന്ന് ക്വസ്റ്റ്യൻസ് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഏതാണ് മക്കളെ ഈസി വേ ടു ഡിസൈൻ ആൻഡ് മാനേജ് അട്രാക്റ്റീവ് വെബ്സൈറ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ടൂളിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? അത് CMS എന്ന് പറയുന്നതാണ് അല്ലേ. അങ്ങനെയാണ് CMSന്റെ ഫുൾ ഫോം എന്ത് ചെയ്തിട്ടുണ്ട്, പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. CMSന്റെ ഫുൾ ഫോം വേറൊന്നുമല്ല, കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം. പെട്ടെന്ന് ഇപ്പോൾ വെബ്സൈറ്റ് ഉണ്ടാക്കുന്ന ഒരു ഐഡിയയും ഇല്ലാത്ത ആൾക്ക് വരെ അത് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് CMS, കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അടുത്തത് 8ാമത്തെ ചാപ്റ്ററിൽ DBMSന്റെ ഫുൾ ഫോം ചോദിക്കാം. DBMSന്റെ ഫുൾ ഫോം എന്താ? ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ആണ്. ഓക്കെ, അതേപോലെ തന്നെ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിന് ഏത് സിമ്പിളാണ് നമ്മൾ ഉപയോഗിക്കുക? ക്രോസ് സിമ്പിൾ ആണ് എന്ന് നമുക്ക് അറിയുന്ന കാര്യമാണ്. അങ്ങനെയാണ് സെലക്ട് ഓപ്പറേഷന്റെ സിമ്പിൾ ഏതാന്ന് വെച്ചാൽ ഇതാ ഈ ഒരു സിമ്പിൾ ആണ്, സിഗ്മ എന്ന് പറയുന്ന സിമ്പിൾ ആണ് സെലക്ട് ഓപ്പറേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. എന്തിൻ്റെ സിമ്പിൾ ചോദിക്കട്ടോ. അപ്പോൾ പ്രൊജക്റ്റ് ആണെങ്കിൽ പൈ സിമ്പിൾ ആണെന്നൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. യൂണിയൻ ആണെങ്കിൽ U ആണ്, ഇന്റർസെക്ഷൻ ആണെങ്കിൽ U തിരിച്ചിട്ടുള്ളതാണ്. അതൊക്കെ കറക്റ്റ് പഠിച്ചു വെക്കുക. ഏത് ടൈപ്പ് ഓഫ് ഡാറ്റാബേസ് യൂസർ ആണ് ഡാറ്റാബേസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്? ത്രൂ പ്രീ റിട്ടേൺ ആപ്ലിക്കേഷൻ പ്രോഗ്രാം. ഓൾറെഡി എഴുതി വെച്ച ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഉപയോഗിച്ചിട്ട് ഡാറ്റാബേസുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ആളുകളെ നമ്മൾ എന്താടാ വിളിക്കുക? നേവി യൂസേഴ്സ് എന്നാണ് വിളിക്കുക കേട്ടോ. നേവി യൂസേഴ്സ് എന്നാണ് വിളിക്കുക. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കുക, അപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ഉപയോഗിച്ചിട്ട് DBMSുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന കമ്പ്യൂട്ടർ പ്രൊഫഷണൽസിനാ നമ്മൾ വിളിക്കുന്ന പേരുണ്ട്. നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് യൂസേഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ് എന്നാണ് അവരെ വിളിക്കുന്നത്. ഓക്കെ, അപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം എഴുതുന്ന ആളുകളാണ് അല്ലേ. അപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ഉപയോഗിച്ചിട്ട് ഡാറ്റാബേസുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതാണ്. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഇങ്ങനൊരു വേർഡ് ഉണ്ട്, പ്രീ റിട്ടൺ. ഓൾറെഡി എഴുതി വെച്ചിട്ടുള്ള അപ്ലിക്കേഷൻ പ്രോഗ്രാമുകൾ ജസ്റ്റ് യൂസ് ചെയ്തിട്ട് ഡാറ്റാബേസുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ആളുകൾ ജസ്റ്റ് നേവി യൂസേഴ്സ് ആണ്. ഇപ്പോൾ സൂപ്പർ മാർക്കറ്റ്
മാർക്കറ്റിലുള്ള ബില്ലിംഗ് ക്ലർക്ക് അവരെ പോലുള്ള ആളുകളാണ് നേവി യൂസേഴ്സ്. എന്നാൽ ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ് കുറച്ചും കൂടെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളാണെന്നുള്ളത് മനസ്സിലാക്കുക. റിലേഷണൽ മോഡലിൽ നമ്പർ ഓഫ് ആട്രിബ്യൂട്ട്സിനെ വിളിക്കുന്ന പേരെന്താ? നമ്പർ ഓഫ് ആട്രിബ്യൂട്ട്സിന്റെ എണ്ണത്തിനെ ഡിഗ്രി എന്നാണ് വിളിക്കുക. അതേപോലെ തന്നെ നമ്പർ ഓഫ് റോസിനെ വിളിക്കുന്ന പേര് കാർഡിനാലിറ്റി ആണ്. എത്ര റോ ഉണ്ട് അതിനെ വിളിക്കുന്ന പേരെന്താ? കാർഡിനാലിറ്റി അല്ലെ. ഇതിന്റെ അപ്ലിക്കേഷൻ ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതായത് ഒരു ചോദ്യം കണ്ടോ, ഇൻ DBMS കോളംസ് ഓഫ് എ റിലേഷൻ, ഇത് വേറൊരു ചോദ്യമാണ്. കോളംസ് ഓഫ് എ റിലേഷൻ നമ്മൾ വിളിക്കുന്നത് എന്താണ്? ഇതിന്റെ ഫീൽഡ് എന്നാണ് വിളിക്കുക. അതായത് അല്ലെ, റിലേഷനിൽ എന്തൊക്കെ കോളംസ് ഉണ്ടോ അത് നമുക്ക് വേറൊരു പേര് വിളിക്കാൻ പറ്റുന്നത് ഫീൽഡ്സ് അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സ് എന്നും വിളിക്കാം അല്ലെ. രണ്ടും എന്താണ്? സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വേറൊരു ചോദ്യം, ഇൻ എ റിലേഷൻ 10 rows and 5 columns are there അല്ലെ. 10 റോവും 5 കോളംസും ഉണ്ട്. അങ്ങനെയാണ് ഡിഗ്രി എത്രയാ? ഡിഗ്രി എന്ന് പറഞ്ഞാൽ കോളത്തിന്റെ എണ്ണമാണ്. അപ്പൊ അതിന്റെ ഡിഗ്രി എത്രയായിരിക്കും? ഇവിടെ 5 കോളംസ് ഉണ്ട് എന്ന് പറഞ്ഞത്. അപ്പൊ ഡിഗ്രി എത്രയായിരിക്കും? ഡിഗ്രി 5 ആയിരിക്കും. ഒരു സംശയമില്ല. എ കാൻഡിഡേറ്റ് കീ നോട്ട് എ പ്രൈമറി കീ, പ്രൈമറി കീ അല്ലാത്ത കാൻഡിഡേറ്റ് കീ നമ്മൾ എന്ത് വിളിക്കും? യെസ്, ഓൾട്ടർനേറ്റ് കീ എന്നാണ് വിളിക്കുക അല്ലെ. ഓൾട്ടർനേറ്റ് കീ എന്നാണ് വിളിക്കുക. ഓക്കെ, അങ്ങനെയാണ് 9ാമത്തെ ചാപ്റ്ററിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. മക്കളെ, എലിമിനേറ്റ് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ്. ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കീവേഡ് ഏതാണ്? അത് ഡിസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്ന കീവേഡ് ആണ് കേട്ടോ. SQL അതായത് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് സെയിം സാധനം തന്നെ വരണ്ട എന്ന് ഉറപ്പിക്കാൻ വേണ്ടി, ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഡിസ്റ്റിങ്ക്റ്റ് കീവേഡ് ഉപയോഗിക്കുന്നുണ്ട്. ഏത് കമാൻഡാണ് ടേബിളിന്റെ സ്ട്രക്ചർ കാണാൻ വേണ്ടി ഉപയോഗിക്കുന്നത്? ടേബിളിന്റെ സ്ട്രക്ചർ ആണ് കാണേണ്ടത് എന്നുണ്ടെങ്കിൽ അതിന് ഡിസ്ക്രൈബ് എന്ന് പറയുന്നത് അല്ലെ. ഡിസ്ക്രൈബ് വെച്ചാൽ ടേബിളിന്റെ സ്ട്രക്ചർ മൊത്തം ഡിസ്ക്രൈബ് ചെയ്തു വരും. അതിൽ എന്തൊക്കെ ആട്രിബ്യൂട്ട് ഉണ്ട്, എന്തൊക്കെ ഡാറ്റ ടൈപ്സ് ഉണ്ട്, അതൊക്കെയാണ് നമുക്ക് കിട്ടുക. ഓക്കെ, ഇതിൽ ഏതാണ് DDL കമാൻഡ്? നമുക്കറിയാം, ക്രിയേറ്റും ഓൾട്ടറും ഡ്രോപ്പും ആണ് DDL കമാൻഡ്. അപ്പോൾ ഇതിൽ ആൻസർ വരിക ഏതാണ്? ക്രിയേറ്റ് എന്ന് പറയുന്നതാണ് DDL കമാൻഡ്. സെലക്ട് എന്ന് പറയുന്ന DML ആണെന്ന് നമുക്കറിയാം. അതേപോലെ തന്നെ ഗ്രാൻഡ് എന്ന് പറഞ്ഞാൽ DCL ആണെന്ന് നമുക്കറിയാം. ഓക്കെ, യെസ്, മറ്റൊരു ചോദ്യം DML കമാൻഡ് പിക്ക് ചെയ്യാനാണ്. DML കമാൻഡിൽ ഏതാ ഇതിൽ DML കമാൻഡ്? നമുക്കറിയാം DML കമാൻഡ് ഏതാണ്? സെലക്ട് ആണ് അല്ലേ. ക്രിയേറ്റ് എന്ന് പറഞ്ഞാൽ DDL ആണ്, ഗ്രാൻഡ് എന്ന് പറഞ്ഞാൽ DCL ആണ്. അപ്പോൾ സെലക്ട് ആണ് ഇതിന്റെ ആൻസർ വരിക. ഓക്കെ, ഏത് SQL ഡാറ്റ ടൈപ്പ് ആണ്? റെപ്രസെന്റ് വാരിയബിൾ ലെങ്ത് സ്ട്രിങ്. വാരിയബിൾ ലെങ്ത് സ്ട്രിങ്ങിന് 2 ഡാറ്റ ടൈപ്സ് ഉണ്ട്, ക്യാറും വാർക്യാറും ഉണ്ട്. വാരിയബിൾ ലെങ്ത് സ്ട്രിങ് ആണെങ്കിൽ അതിന് ഉപയോഗിക്കുന്നത് വാർക്യാർ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പും, ഫിക്സഡ് ലെങ്ത് സ്ട്രിങ് ആണെങ്കിൽ അതിന് ഉപയോഗിക്കുന്നത് ക്യാർ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പും ആണ്. ഏത് DML കമാൻഡ് ആണ് നമ്മൾ ഇൻഫർമേഷൻ ഒരു സ്പെസിഫിക് കോളത്തിൽ നിന്ന് റിട്രീവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ ചെയ്യുക എന്ന് പറയുന്ന മീനിങ് ആണ്. അപ്പോൾ റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കമാൻഡ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, സെലക്ട് അല്ലേ. സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ് എന്ന് കടിച്ചിട്ടല്ലേ കംപ്ലീറ്റ് ഡാറ്റ റിട്രീവ് ചെയ്തിട്ട് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ സെലക്ട് കമാൻഡ് ആണ് അതിന് ഉപയോഗിക്കുന്നത്. ഓക്കെ, യെസ്. ആൻഡ് നമ്മൾ 10ാമത്തെ ചാപ്റ്ററിലേക്ക് വന്നാൽ ERPന്റെ ഫുൾ ഫോം അല്ലേ. നമ്മളെ ചാപ്റ്ററിന്റെ പേര് തന്നെയാണ് എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ് ആണ് ഇവിടെ ചോദിക്കുന്ന ചോദ്യം. DSSന്റെ ഫുൾ ഫോം എന്താടാ? DSSന്റെ ഫുൾ ഫോം അല്ലെ. ചിലതൊക്കെ നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, എന്നാൽ ചിലതൊക്കെ നിങ്ങൾ ഇപ്പോൾ പുതിയതായിട്ട് കേൾക്കുന്നതായിരിക്കും. ഓക്കെ, ഡെസിഷൻ സപ്പോർട്ട് സിസ്റ്റം കേട്ടോ. DSSന്റെ ഫുൾ ഫോം എന്താണ്? ഡെസിഷൻ. ഇതൊക്കെ മുന്നേത്തെ പരീക്ഷയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഡെസിഷൻ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ BPR എന്ന് പറഞ്ഞാൽ ബിസിനസ് പ്രോസസ് എഞ്ചിനീയറിംഗ് ആണ്. ബിസിനസ് പ്രോസസ് എഞ്ചിനീയറിംഗ് അല്ല, അല്ലേ. അപ്പോൾ എഞ്ചിനീയറിംഗ്. ഓക്കെ, എഞ്ചിനീയറിംഗ്, ബിസിനസ് പ്രോസസ് എഞ്ചിനീയറിംഗ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം വരിക. ഓക്കെ അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്പൺ സോഴ്സ് ERP ഏതാ? ഒരുപാട് ERP സോഫ്റ്റ്വെയർസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ERP ഏതാണെന്ന് വെച്ചാൽ ഒഡു എന്ന് പറയുന്നതാണ്. ഓക്കെ, ഇതാണ് ഓപ്പൺ സോഴ്സ്. ഇത് പലതവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സാപ്പിൻ്റെ ഫുൾ ഫോം എന്താ? സാപ്പിൻ്റെ ഫുൾ ഫോം വരുന്നത് ഇങ്ങനെയാണ്: സിസ്റ്റം അപ്ലിക്കേഷൻസ് ആൻഡ് പ്രോഡക്ട്സ്. സിസ്റ്റം അപ്ലിക്കേഷൻസ് ആൻഡ് പ്രോഡക്ട്സ് എന്ന് പറയുന്നതാണ്. സിസ്റ്റം അപ്ലിക്കേഷൻസ് ആൻഡ് പ്രോഡക്ട്സ് എന്ന് പറയുന്നതാണ് സാപ്പിൻ്റെ ഫുൾ ഫോം വരുന്നത്. ഓക്കെ അല്ലേ? യെസ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് MISന്റെ ഫുൾ ഫോം ആണ്. MISന്റെ ഫുൾ ഫോം വരുന്നത് ഇങ്ങനെയാണ്: മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്നാണ് കേട്ടോ. മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നതാണ് MISന്റെ ഫുൾ ഫോം വരുന്നത്. ഓക്കെ, യെസ്. ആൻഡ് ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് വന്നാൽ, ലാസ്റ്റ് ചാപ്റ്ററിൽ സിമ്മിന്റെ ഫുൾ ഫോം. ഒരുപാട് ഫുൾ ഫോമുകളാണ് ഇവിടുന്ന് നമുക്ക് ലാസ്റ്റ് ചാപ്റ്റേഴ്സിലായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. സിമ്മിന്റെ ഫുൾ ഫോം എന്താ? സബ്സ്ക്രൈബർ ഐഡന്റിറ്റി മൊഡ്യൂൾ ആണ് കേട്ടോ. സബ്സ്ക്രൈബർ ഐഡന്റിറ്റി മൊഡ്യൂൾ അല്ലേ. സിം എന്ന് പറഞ്ഞാൽ സബ്സ്ക്രൈബർ ഐഡന്റിറ്റി മൊഡ്യൂൾ ആണ്. ഏത് ഇൻ ദാറ്റ് സിസ്റ്റം സെവറൽ ട്രാൻസ്മിറ്റേഴ്സ് ആൻഡ് റിസീവേഴ്സ് ക്യാൻ സെൻഡ് ഇൻഫർമേഷൻ ഓവർ സിംഗിൾ കമ്മ്യൂണിക്കേഷൻ ചാനൽ. അതായത് CDMA എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ആൻസർ. CDMA ഉപയോഗിച്ചിട്ടാണ് ഒരുപാട് ആളുകൾക്ക് സെയിം കമ്മ്യൂണിക്കേഷൻ ചാനലിൽ കൂടെ എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഡാറ്റ സെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. CDMAന്റെ ഫുൾ ഫോം ഒക്കെ ചോദിക്കാം. കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് ആണെന്ന് പഠിച്ചു വെക്കുക. ഓക്കെ മക്കളെ, 4Gയിൽ ഏത് നെറ്റ്വർക്കാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് WCDMA ആണ്. കറക്റ്റ് പഠിച്ചോ.
2Gയിൽ ഉപയോഗിക്കുന്നത് CDMA, 3Gയിൽ ഉപയോഗിക്കുന്ന WCDMA, 4Gയിൽ ഉപയോഗിക്കുന്ന OFDMA ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ആൻസർ ഞാൻ പറഞ്ഞു മാറിപ്പോയിട്ടുണ്ട്. OFDMA ആണ് നമ്മൾ എവിടെ ഉപയോഗിക്കുന്നത്, 4Gയിൽ ഉപയോഗിക്കുന്നത്. ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. ആൻഡ് അങ്ങനെയാണെങ്കിൽ എക്സ്പാൻഡഡ് ഫോം SMS-ന്റെ ഫുൾ ഫോം എന്താ? SMS-ന്റെ ഫുൾ ഫോം ഷോർട്ട് മെസ്സേജ് സർവീസ് ആണ്. ഷോർട്ട് മെസ്സേജ് സർവീസ് ആണ്. ഷോർട്ട് മെസ്സേജ് സർവീസ്. MMS എന്ന് പറഞ്ഞാൽ എന്താ? മൾട്ടിമീഡിയ അല്ലെ, മൾട്ടിമീഡിയ മെസ്സേജ് സർവീസ് ആണ്. മൾട്ടിമീഡിയ മെസ്സേജ് സർവീസ് ആണ്. GPS എന്താ? GPS ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. നമ്മൾ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യുന്ന പരിപാടിയാണ്. GPS എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ആണ്. ഓക്കെ, അടുത്ത എന്താ? ലിനക്സ് ബേസ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? ഗൂഗിൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ലിനക്സ് ബേസ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? ആൻഡ്രോയിഡ് ആണ് അല്ലേ. ആൻഡ്രോയിഡ് ആണ് ലിനക്സ് ബേസ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ആൻഡ് അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഏതാണ്? പാക്കറ്റ് ഓറിയന്റഡ് ഡാറ്റ സർവീസ് GSM-ൽ ഉപയോഗിക്കുന്ന GPRS ആണ് പാക്കറ്റ് ഓറിയന്റഡ്. GPRS-ഉം എഡ്ജും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ GPRS ആണ് പാക്കറ്റ് ഓറിയന്റഡ് ആയിട്ട് വരുന്നത്. ഓക്കെ, ലൊക്കേഷൻ ട്രാക്ക് ചെയ്യുന്നത് സാറ്റലൈറ്റ് ബേസ്ഡ് നാവിഗേഷൻ സിസ്റ്റം ഏതാണ്? ഇതിൽ GPS ആണ് അല്ലേ. GPS ആണ് സാറ്റലൈറ്റ് ബേസ്ഡ് നാവിഗേഷൻ സിസ്റ്റം. ഇതിൽ ഓഡ് 1 പിക്ക് ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ആൻസർ വരിക iOS ആണ്. നമുക്ക് എളുപ്പത്തിൽ അറിയാം, കാരണം കിറ്റ്കാറ്റും ജെല്ലി ബീനും ഐസ്ക്രീം സാൻഡ്വിച്ചും ഒക്കെ ആൻഡ്രോയിഡിന്റെ കുറെ വേർഷൻസ് ആണ്. അപ്പോൾ iOS ആണ് ഇതിന്റെ ആൻസർ വരിക. മക്കളെ, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റെപ്രസെന്റഡ് ബൈ ദ സിംബൽസ് അല്ലെ. ഈ കോപ്പിറൈറ്റ് ആണ്. ഇതെന്താണ്? R എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെ, ഈ രണ്ട് സിംബൽസ് റെപ്രസെന്റ് ചെയ്യുന്ന ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഏതാണ്? ഈ സിംബൽ റെപ്രസെന്റ് ചെയ്യുന്നത് കോപ്പിറൈറ്റ് ആണ്. ഈ സിംബൽ റെപ്രസെന്റ് ചെയ്യുന്ന രജിസ്റ്റേർഡ് ട്രേഡ് മാർക്ക് ആണ് കേട്ടോ. ഇത് ഒരു 2 മാർക്കിന്റെ ചോദ്യമാണ്, പക്ഷെ ആക്ച്വലി രണ്ടും എന്താണ്? 1 വേർഡ് ആണ്. ഓക്കെ അല്ലേ. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് അല്ലെ. ഇത്രയും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത്രയും ആണ് നമ്മളെ എല്ലാ 1 വേർഡ് ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. ആൻഡ് ഇന്ന് രാത്രി അല്ലെ ഇതുപോലെയുള്ള കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ലൈവായിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ആ ലൈവിനും കൂടെ അറ്റൻഡ് ചെയ്യുക. ആൻഡ് ഇതുപോലത്തെ കാര്യങ്ങളുടെ നോട്ട്സും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി നമ്മളെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.